വരും നമുക്ക് കുറച്ച് കൊതിയും മറയും, കുറച്ച് കുടുംബ വഴക്കം, കുടുംബശ്രീ വഴക്കുമായിട്ട് മുൻപോട്ട് പോകാം. തുടങ്ങലായി. ഞാൻ യൂട്യൂബിൽ കണ്ട കുറച്ചധികം പെണ്ണുകുട്ടികളുടെ വഴക്കാണ് ഇന്നത്തെ നമ്മുടെ സംശയം. അപ്പൊ നിങ്ങളില്ലേ ഇതിനകത്ത് നോക്കി, ഞാൻ മാറി, ഞാൻ സ്റ്റെപ്പ് ഔട്ടായി, മനസ്സിലായില്ലേ? നമ്മൾ ഫീൽഡ് ഔട്ടായി, നമ്മളിപ്പോൾ മാറി നിൽക്കുകയാണ്. ഇനി ഇതിനകത്തൊന്നും നമ്മളില്ല. അപ്പോൾ അവർ തമ്മിലാണ് യുദ്ധത്തിന്റെ ആദ്യ പകുതി. ഞാനൊരു അടിപ്പാവട ഇടും, നീ ഒരു അടിപ്പാവട ഇടും. ഞാനൊരു ഹീലിടും, നീ ഒരു ഹീലിടും. നിങ്ങൾ രണ്ടുപേരുടെ ഹീലും അടിപ്പാവട ഇട്ട് കളിക്കാതെ ബിക്കിനി ഇട്ട് കളിക്കും പിള്ളേരെ. നമ്മൾ അതൊക്കെ ഒന്ന് കാണട്ടെ. നിങ്ങൾ രണ്ടുപേരും ബിക്കിനി ഇട്ടാൽ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ കൊതിയുള്ളതുകൊണ്ട് ചോദിക്കുന്നത്. ജസീലയും കണക്ക് തന്നെ, ജസ്നയും കണക്ക് തന്നെ. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇതിനകത്ത് ഉത്തര ഉണ്ണിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അപ്പം അതിനകത്ത് ഉത്തര ഉണ്ണി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വീഡിയോയ്ക്ക് ആധാരം. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും. എത്ര അർത്ഥവത്തായിട്ടുള്ള പഴഞ്ചൊല്ല് അല്ലേ? ഇത് വേറെ ആരുടെയും കാര്യത്തിലല്ല, ജസ്ന സലീമിൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. അതായത് ആ ഒരു ലഹങ്കേര ഇഷ്യൂസ് വന്നപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, നുണ്ണ പറഞ്ഞുണ്ടാക്കാനായിട്ടാണെങ്കിലും മിടിക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത്, ഞാൻ പറഞ്ഞത്രേ ജസ്ന സലീമിന് വസ്ത്രമില്ലെന്നല്ല, വസ്ത്രങ്ങൾ കുറവാണത്രേ. ഇത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തിയുടെ മകൻ ചെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മകൻ പറഞ്ഞത്രേ, ഉമ്മ ഇനി ഒരു നിമിഷം ഉമ്മച്ചി വെറുതെ ഇരിക്കരുത്, ഉമ്മച്ചിയുടെ വസ്ത്രശേഖരങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. പിന്നെ ഉമ്മച്ചി അടങ്ങിയിരിക്കുമോ? ഉമ്മച്ചിയല്ലേ ആള്. അപ്പം തന്നെ ഉമ്മച്ചി ഒരു വീഡിയോയുമായിട്ട് ഇങ്ങോട്ട് പോന്നു. അലമാരി തട്ടിക്കൊടഞ്ഞ് കണ്ട കൂറകളെല്ലാം വാരി നിലത്തേക്കെറിഞ്ഞു. പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, പണ്ട് ജാമ്പാവാൻ്റെ കാലത്ത് സൂക്ഷിച്ചിരുന്ന ഡ്രസ്സുകൾ വരെ എടുത്തിട്ട് കാണിക്കുകയാണ്. പൊങ്ങച്ചം തള്ളുവണ്ടിയാണെന്ന് നമുക്കെല്ലാം അറിയാം. ശരിയാണ്, അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യത്തിന് വളച്ചൊടിച്ചുകൊണ്ട്, അതായത് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണ എന്നൊരു ഫീലിംഗിലാണ് ജസ്ന സലീം അവളുടെ തുണിമണികൾ എടുത്തു വെച്ച് കാണിച്ചു. അല്ലപ്പി അതിന് തനിക്ക് ഇത്ര വേദന വന്നതിന് അവളുള്ള പഴങ്കൂറ കോടികളൊക്കെ എടുത്തു വെച്ച് കാണിച്ചു. അത് നിങ്ങൾക്ക് മനസ്സിലല്ലേ? ജതേ കണ്ടുള്ളൂ എന്നാൽ അടുത്തൊരു സർക്കസ് വരുന്നുണ്ട്, അതും കൂടെ കണ്ടോളി. കാറിന്റെ താക്കോൽ എടുത്തോളി. കാറുണ്ട് പാദസരമുണ്ട്. അത് സ്വർണ്ണ പാദസരമാണ്, ഹീലുള്ള ചപ്പലാണ്. കാറിന്റെ സൗണ്ട് കേട്ടില്ലേ? ഒരു വെട്ടാവളിയും വേറൊരു വെട്ടാവളിയും. വാഷിംഗ് മെഷീനും ഉണ്ട്. വാഷിംഗ് മെഷീനുണ്ട്, മൂക്കിനകത്തൊരു കയറുണ്ട്, കഥ നിറച്ച് കമ്മലുണ്ട്, കിഴുത്തിൽ നിറച്ച് മാലയുണ്ട്, ഇഷ്ടം പോലെ മോതിരമുണ്ട്. ആകെ മൊത്തം എല്ലാം ഉണ്ട്. കെട്ടിയോൻ അത് ഉണ്ട്. അത് വാനിഷ്ഡാണ്, ബട്ട് ഇറ്റ് ഈസ് ഉണ്ട്. ഡബിൾ ഉണ്ട്. ഒന്ന് കുമ്പിടിയാണ്, അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്, എല്ലായിടത്തുണ്ട്. മൊത്തം ആകാശമയം. പോട്ടെ. ഇതൊക്കെ ഉണ്ട് എന്ന് പറയണം നിനക്ക്. നിന്റെ ഉപ്പാക്ക് നല്ല ഒരു ബെൻസ് കാർ വാങ്ങിച്ചു കൊടുത്തൂടെ? ഇത്രയൊക്കെ ഉള്ള ഒരുത്തിക്ക് അത്രയും കൂടെ ചെയ്തുകൂടെ? ഇത്രയധികം കാശ് സംവിധാനങ്ങളും ഒക്കെ ഉള്ള നിനക്ക് തന്തയ്ക്ക് വേണ്ടിയിട്ടൊരു ബെൻസ് നോക്കിക്കൂടെ? ഐ മീൻ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആ ബെൻസ് ഓടിച്ചുകൊണ്ട് നടക്കുന്ന തന്തയുടെ മോളുടെ തന്ത. നല്ല ക്യാപ്ഷനാണ്. ആ വണ്ടിയുടെ പിറകിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ ആളുകൾ കയറുകയും ചെയ്യും. അത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. നിങ്ങൾ കുടുംബത്തോടെ ഡ്രൈവേഴ്സ് അല്ലേ? നല്ല ഡ്രൈവർ പണി അങ്ങേർക്ക് അറിയുന്ന സ്ഥിതിക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ വിഷയം പറയാൻ വന്നത്, ഇവർ തമ്മിൽ കിടന്ന് ഭയങ്കര യുദ്ധം കേട്ടോ. അപ്പോൾ പറയും ഞാൻ ഡീസൻ്റായി ഞാൻ മാറിയത്. ഞാനിതിനകത്തൊന്നുമില്ല. എനിക്ക് ഈ പെൺകൂടെ കിടന്ന് വിളക്കൊന്നും ഉണ്ടാക്കാൻ വയ്യ. ഇന്നലെ എനിക്കൊരു ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നെ പച്ചതെറി വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എൻ്റെ മകനെയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നത്. എൻ്റെ മകൻ്റെ വീഡിയോയ്ക്ക് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ശിവനെ എവിടെയാണോ എന്തോ ഞാൻ കണ്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ഇതാക്കാൻ നോക്കുന്നത്. അവളും അവളുടെ ഇളയ മകനും തമ്മിലുള്ള അവൾക്കൊരു മനേ ഉള്ളൂ. ആ ചെറുക്കനും തമ്മിലുള്ള ഒരു കോണ്ടാക്ട്സ് 11 വീഡിയോ എടുത്തതിൻ്റെ ഒരു ക്ലിപ്പാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അത് തല മാറ്റിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അത് പറ്റൂല, തലയും കൂടെ കാണിക്കണം. അല്ലെങ്കിൽ എനിക്ക് രഹസ്യമായിട്ടെങ്കിലും അയച്ചു തരണം. അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും വിശ്വസിക്കണം. നാട്ടുകാർ വിശ്വസിക്കാതിരിക്കുന്നു അവരിട്ടം. എനിക്ക് കാണിച്ചു തരണം എന്നുള്ളതാണ്. ഞാൻ കാണണ്ടേ? എൻ്റെ മകൻ്റെ അങ്ങനെ ഒരു സംഗതി ഞാനും കൂടെ കാണണം എന്നുള്ളതല്ലേ? അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുന്ന പരാതിയൊക്കെ മിക്കവാറും വേറൊരു കയറി ഹെഡ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്കിത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അറിയത്തില്ല. FIR ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാഗം കഴിഞ്ഞു. പിന്നെ ഈ സർക്കാരും അവരും തമ്മിലുള്ള യുദ്ധമാണ്. ഞാൻ വെറും സാക്ഷിയായി മാറുകയാണ്. സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഷൈദ ഷാജിയുടെ പേർക്കും ഈ പെണ്ണിൻ്റെ പേർക്കും പിന്നെ ജാമിദയുടെ പേർക്കും ഒക്കെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്. FIRകൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി അതിൻ്റെയൊക്കെ ആഫ്റ്റർ എന്തൊക്കെയാണെന്നുള്ളതും എനിക്കറിയത്തില്ല. ഇവൾക്ക് എതിരെ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി മൊഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും സർക്കാരിലേക്ക് ഞാൻ അങ്ങ് ഒപ്പടച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അതിന് ശേഷം വന്ന വീഡിയോസിനൊക്കെയാണ് ഞാൻ മറുപടി പറയണം.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപത്തെ ചെയ്യുന്നത് പോലെ അല്ലാതെ കൃത്യമായി പേരിട്ടിട്ട് ചെയ്യുന്നത്. കാരണം ഇവരുടെ കോടതിയിലൊക്കെയോ അല്ലെങ്കിൽ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ എന്നെ ഒന്ന് വിളിക്കണം. അപ്പോഴാണ് എനിക്ക് ഈ FIRന്റെ കാര്യത്തിൽ അവരെടുത്ത നടപടി എന്താണെന്ന് ചോദിക്കാനുള്ളത്. കാരണം FIR എന്റേതാണല്ലോ ആദ്യം രജിസ്റ്റർ ആക്കപ്പെട്ടത്. അപ്പോൾ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഒരുപാട് രീതിയിൽ വളരെ മോശമായ രീതിയിൽ എന്നെയും മകനെയും അവഹേളിക്കുക മാത്രമല്ല പാശ്ചാത്തെറി വിളിച്ച ഈ കാക്കാളി മോന എവിടെ ജോലിക്ക് എടുത്തോ അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. എൻ്റെ ഒപ്പം ഈ ബാധിക്കപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും വരും. ഇവൻ തെറി വിളിച്ച എല്ലാ പെണ്ണുങ്ങളും ചേർന്ന് ഇവൻ എവിടെ ജോലി ചെയ്യുന്നോ ആ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്താനാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. കൃത്യമായി അതിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം, അല്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി ഉടപിടിക്കും, തെറ്റാണ് കുട്ടി. അല്പൻ എന്നല്ല, ഒരാൾക്കും ഇതുപോലെ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് അവൾ ഇസ്ലാം അല്ലെന്ന് ഞാൻ പലപ്പോഴും പറയുന്നത്. ഇസ്ലാമിക രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് മറച്ചു വെക്കുക എന്നല്ല, മിതമായി ചെലവഴിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവന്റെ മുമ്പിൽ അനാവശ്യമായ പുലിപ്പങ്ങൾ, അനാവശ്യമായ കാട്ടിക്കൂട്ടലുകൾ, ഇതൊന്നും ഇസ്ലാമികമല്ല. അത് തന്നെയാണ് അവൾക്ക് ഇസ്ലാം അറിയില്ല എന്ന് പറഞ്ഞത്. ഇനി അവൾക്ക് അറിയാമോ ഹിന്ദു മതം എന്ന് ചോദിച്ചാൽ ഒരു വാഴത്തൊണ്ടും അറിയത്തില്ല. കാരണം ഇറച്ചി വാരി കയറ്റിക്കൊണ്ടാണ് അവള് മറ്റൊരാളുടെ വീട്ടിൽ അത്രയും ഇതായി കൊണ്ടുവയ്ക്കാൻ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത്. കലയെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിൽ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പിന്നെ നമ്മുടെ യുക്തിവാദ ചിന്തകൾ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയണ്ട. അവരുടെയൊക്കെയല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇത് ഭക്തിവാദികൾക്കുള്ള ഒരു സംഗതിയാണ്. ഭക്തിവാദികൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ചിലപ്പം അടുക്കളയിലേക്ക് പോലും ഇറച്ചിയോ മീനോ കയറ്റാത്ത വീടുകൾ ഒരുപാടുണ്ടാകും. അതൊക്കെ അവരുടെ ഒരു ഭക്തി മാർഗങ്ങൾ മാത്രമാണ്. ഇതൊന്നും അറിയാതെ ഈ പറയുന്ന സ്ട്രാറ്റജി തലയിൽ തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതരം സുന, ആ സുനായിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം സാധനമാണത്. അതിനെ കമ്പാരിസൺ പോലും നടത്തുന്നത് ഉത്തര ഉണ്ണി ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ പറയും. അവനവനിക്കൊരു ബോധം വേണം. ആ പെണ്ണിനോ അതില്ല, തനിക്കും ഇല്ലേ ആ ബോധം. അവള് തുണിയോ മണിയോ എന്തെന്നോ കാണിക്കട്ടെന്ന്, അവൾ അടിപ്പാവടയോ ഇനി മറ്റോൾ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നടക്കുന്നു. അത് ഇതിനെക്കാട്ടി വലിയൊരു മന്ദബുദ്ധി എന്ന് ഞാൻ പറയും. എന്തിനാണ് ഇവള് പിന്നെ തുണി? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവളൊരു കോമ്പറ്റീഷൻ പറയുന്നുണ്ട്, 18 കേസ് അവള് കൊടുത്തിട്ടുണ്ട് ഹണി ട്രാപ്പിന്. ഞാൻ ചെയ്തതുപോലെ ഒരു ഹണി ട്രാപ്പ് കേസ് നീ കൊടുക്കടി എന്ന് പറഞ്ഞാൽ അവിടെ ലസീദ് അതിന് ഓടുമോ? അവൾ ചെയ്യുന്നതെല്ലാം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്കില്ലാത്തത് അവളുടെ ഉണ്ട് എന്ന് കാണിക്കാൻ അവൾ കിടന്ന് വെപ്രാളപ്പെടുമ്പോൾ ഒറ്റ വാക്കിൽ ഉത്തരം തീർക്കാൻ പറ്റുന്ന ഒരു ഈസി പരിപാടിയാണ്. എന്താണ് അതെന്നറിയാമോ? ശരിയാണ്, നമുക്കുള്ളതും നിനക്കില്ലാത്തതും ഉളുപ്പാണ്. ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്, നിനക്കതില്ല. ആ ഒരൊറ്റ വാക്കിൽ അവിടെ തീരുമെന്നുള്ളതാണ്. ഒരല്പം പോലും മാനാഭിമാനമോ ഒരു രീതിയിലുള്ള ഒരു ധാർമ്മികതയോ ഇല്ലാത്തൊരു വ്യക്തിയാണ് ആ സ്ത്രീ. അത് മാത്രമല്ല, മക്കൾക്ക് അവൾ നേടിക്കൊടുക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ലൈഫാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഈ തള്ളയാണ് തള്ള എന്ന് എവിടെയെങ്കിലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു മരത്തള്ളച്ചി. അതിനെ വെച്ചുകൊണ്ട് നിങ്ങളൊക്കെ കിടന്ന് ട്രോളുന്ന കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്നോട് വന്ന് പ്രൈവറ്റ് ചോദിച്ച ആളിനുള്ള മറുപടിയാണ് ഞാൻ തന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ വിഷയങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു കരുതിയിൽ കൂടുതൽ ഇതിനകത്ത് സംസാരിക്കാൻ പറ്റാത്തത്. 2, ഇപ്പം ഞാൻ ധൈര്യമായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഡിലേ ഉള്ളത് കൊണ്ടാണ്. അറസ്റ്റ് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. ഇവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിയമവ്യവസ്ഥ അവർ വെല്ലുവിളിച്ചു എന്നുള്ളതാണ്. അത് എന്തടിസ്ഥാനത്തിൽ കിട്ടി, എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയാം. ഇടയ്ക്ക് അവനെ കാണാതെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടുത്തെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ ഇവൾക്ക് ഫേവറായി പലതും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഇത്രയും ശക്തമായ ഒരു ഇതിട്ടിട്ട് ഒരു ആക്ട് ഇട്ട് കേസ് എടുത്തിട്ട് പോലും ആക്ഷൻസ് വളരെ ഡിലേ ആയിട്ട് വരുന്ന ഒരു സംഗതി. ഇതിന് മുമ്പ് നടന്നപ്പോഴും ഞാൻ മൗനമായത് ഇവളെ ഭയന്നിട്ടാണെന്നാണ് അവൾ വിചാരിച്ചത്. അല്ല, കേസ് കൊടുക്കുന്നുണ്ടാണ്. നമ്മൾ കേസ് കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ മൗനമായിരുന്നത്. അന്ന് അവൾ വിചാരിച്ചാൽ പേടിച്ചിട്ടും ഉണ്ടായിരിക്കണം. ഉടനെ ജാമിദയും ഷെഫീനെ പേടിക്കുന്നത് ജസ്നയുടെ മുമ്പിലാണ്. എന്നാൽ ജസ്നയെ കൊണ്ട് നമ്മളെങ്ങ് തീർക്കാമെന്ന്. വിഷയം അതായിരുന്നില്ല എന്നുള്ളത് കാലം തെളിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവളെയൊക്കെ വീട്ടിൽ കയറി 2 പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് അത്രയും ആപ്റ്റായ 2-3 സ്ത്രീകൾ മാത്രം മതി ആ നാട്ടിൽ. ആ നാട്ടിലുള്ള പെണ്ണുങ്ങളാണ് കയറി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് വരണം. അവൻ്റെ വായി കയറിയൊക്കെ ഇണിക്കും, അതിന് ഏറ്റുകൊണ്ടിരുന്ന ഇവൾ കൊണയ്ക്കും. 2നും കൊടുക്കേണ്ട അടിയാണ്. ഇവിടെ ഉമ്മ വയ്ക്കും, അവിടെ ഉമ്മ വയ്ക്കും, ഇവിടെ ഉമ്മ വയ്ക്കും, മറ്റിടത്ത് ഉമ്മ വയ്ക്കും, ലിപ്പിൽ ഉമ്മ വയ്ക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ നിന്റെ സാമാനത്തിൽ കൂടെ നിന്റെ കൊച്ചു വെളിയിൽ വന്ന് അങ്ങനെ വരാൻ പാടുണ്ടോ? നിന്റെ സാമാനത്തിൽ കൂടെ കയറിയല്ലേ നിനക്ക് ശീലമുള്ളൂ, ഇറക്കി ശീലമില്ലല്ലോ. കയറിയാ ഇറങ്ങി വരുവടി. കൂടുതൽ എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് പറയിക്കരുത്. അപ്പം ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കലിപ്പുണ്ടല്ലോ, അത് കാരണം മറ്റൊന്നും ചെയ്യാൻ തോന്നാത്തൊരു അവസ്ഥയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ പലരും വിളിച്ചിട്ട് പറയും സംയമനം പാലിക്കൂ, തെറി വിളിക്കല്ലേ എന്ന് പറയും. തെറി ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളിക്കുന്നതൊന്നുമല്ല. അവളൊക്കെ തെറി താത്താന്ന് പേരിടുന്നത് അങ്ങനെ ഡീഗ്രേഡ് ചെയ്യാനാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും വിഷമം ഉണ്ടാവുമെന്ന് തോന്നിയിട്ടാണ്. അങ്ങനെയാണെന്നങ്ങ് പറഞ്ഞു നോക്കൂ. അവിടെ കിടന്ന് പറയട്ടെന്നേ. ഇങ്ങോട്ട് പറഞ്ഞിട്ടല്ലേ അങ്ങോട്ട് കിട്ടണത്. നങ്ങ് സമ്മതിച്ചു കൊടുക്കുക. പ്രശ്നം കഴിഞ്ഞില്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. തെറി വിളിക്കും തന്നെയാണ്. ഇങ്ങോട്ട് മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. അല്ല രാവിലെ നമ്മൾ ഉറക്കൊഴിഞ്ഞിട്ട് ഉമ്മായും പാപ്പായും തെറിയല്ലല്ലോ വിളിക്കുന്നത്. എന്തുകൊണ്ട് തെറി വിളിക്കുന്നു? ഇതുപോലുള്ള ചെറ്റകളായ അഭിസാരികളായ ശുനകപുത്രിമാർക്ക് തെറിയല്ല വേറൊന്ന് കൊടുക്കാൻ പറ്റും. ഇവളെ തന്ത ശുനകന് റോഡിലിട്ട് 2 പറ്റിക്കണം.
കാരണം ഇമാതിരി പേക്കൂത്ത് കാണിക്കുന്ന മോളെ അടക്കി നിർത്താൻ കഴിയുന്നില്ല വെച്ചാൽ ഈ നാറിയുടെ മുറിഞ്ഞ സാമാനം വലിച്ചു പിടിച്ച് കീറി വെച്ച് ഒറ്റ അടി പഠിച്ചു കൊടുക്കുക. ഇതിനെക്കാട്ടിയും സാമാനത്തെ കുത്തിക്കയറ്റേണ്ടതിനുള്ള തള്ളക്കാണ്. ആ PWD റാസ്കൽ തള്ളയാണ് ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത്. വീട് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മോളെ കണ്ടവന്റെ കൂടെ നിരങ്ങാൻ വിടുന്ന ഒരു പ്രത്യേകതരം തള്ള. തലേന്ന് തട്ടെടുക്കുകയില്ല, ഇസ്ലാമിയത്ത് വിടുകയില്ല. ഓ പിന്നെ യാസീനൊക്കെ എടുത്തു വെച്ച് ഓതി ഖുർആൻ ഓതിയായിട്ടാണ് അങ്ങോട്ട് കയറിയെന്ന് പറയും. എന്തിനടി, എന്തിനാണ് മോളെ ഇങ്ങനെ ഈ പണിക്ക് പറഞ്ഞു വിട്ടിട്ടാ? നാണം ഉണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഉത്തരാവുണ്ണിയോട് എനിക്ക് പറയാനുള്ളത്, അവനവനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നഷ്ടപ്പെടാൻ നോക്കുക എന്നേ പറയാനുള്ളൂ. ആ സ്റ്റാൻഡേർഡ് ലൂസ് ആകുന്നിടത്ത് നമുക്ക് നഷ്ടം വരിക. നമുക്ക് നാളെ നമ്മളുടെ മക്കളുടെ മുമ്പിൽ മുഖം കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അപമാനമാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കരുത്. നമ്മൾ എന്തിനെ ചാരുന്നോ അതിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. തീട്ടം ചാരിയ തീട്ടം മണക്കും, നമ്മൾ എത്ര കഴിയാലും ആ മണക്കും എന്നുള്ളതാണ്. ഇതൊക്കെ തീട്ടങ്ങളാണ്. ഇതിനൊക്കെ കൊടുക്കേണ്ട ഇഗ്നോറൻസ് കൊടുത്ത് അകറ്റി നിർത്തുകയാണ് വേണ്ടത്. നമ്മൾ ഇഗ്നോർ ചെയ്താൽ പിന്നെ കണ്ടന്റ് ഇല്ല. പിന്നെ അവിടെ കിടന്നുകൊണ്ട് കുണ്ടി കുലുക്കി കാണിക്കാനും അത്യാവശ്യം മാറ് തെറിച്ച് കുറച്ചും കൂടെ ത്രസിച്ച് കാണിക്കാനും കുറെ അരം കഴിഞ്ഞവർ കൊടുക്കുന്ന കുറെ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ആട്ടി കാണിക്കാനേ ഉള്ളൂ. ഒരല്പമെങ്കിലും ബോധമുള്ള വ്യക്തിയാണെങ്കിൽ സ്വന്തം കയ്യിലുള്ള കുറെ കൂറ തുണികൾ വെച്ചിട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്നും തനിക്ക് ഗുലിസുണ്ടെന്നും തനിക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടെന്നും ഒക്കെ ഈ ഇത് കാണിക്കുമോ? ഉള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. തന്തയ്ക്ക് നല്ലൊരു ഉണ്ടാ മായാവി മാപ്പിള എവിടെ? ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ ഇനിയിപ്പോൾ വേറെ കുത്തിക്കഴപ്പം കൊണ്ടുവരും. കൂടെ നടക്കുന്നവൻ അവിടെ തൊടുന്നു ഇവിടെ തൊടുന്നു, പറ്റുമെങ്കിൽ ഒരു കൈവച്ചുള്ള പ്രോഗ്രാം വരെ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട ആളുകൾ ഇത്രയും പറയും, കമൻസ് മുഴുക്ക തെറിയ വരാതെ. എന്നാലും നമുക്കൊരു ഉളുപ്പില്ല. അതാണ് ഞാൻ നേരത്തെ ലസീതയോടും ബാക്കിയുള്ളവരോടും പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയേണ്ട ഒരൊറ്റ കാര്യമാണ്, ആടി ഞങ്ങളെ കൊണ്ട് പറ്റൂല, കാരണം ഞങ്ങൾക്ക് ഉളുപ്പുണ്ട്, നിനക്കതില്ല. ഉളുപ്പും മാനവും നഷ്ടപ്പെട്ടവർ പല കോലത്തുള്ള പല പേക്കൂത്തുകളും കാണിക്കും. അതവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Thank you.